ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ ഇന്നലെ നാം ചിന്തിച്ചത്. പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമാകുന്നു എന്നതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അതിന്റെ 17-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. ഇവിടെ വചനം നമ്മെ വെളിപ്പെടുത്തുന്നത് ഒരു മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവകൽപ്പനകളെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ ദൈവത്തിലുള്ള തന്റെ വിശ്വാസം കൊണ്ട് അവന് ഒരു പ്രയോജനവുമില്ല, അവന്റെ വിശ്വാസം മരണതുല്യമത്രേ എന്ന വസ്തുതയാണ്. 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് പ്രവൃത്തികളാൽ വിശ്വാസം പൂർണ്ണമാകുന്നു എന്നുള്ള വസ്തുതയാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുകയും തന്റെ ഏകജാതനും വാഗ്ദത്ത സന്തതിയുമായ ഇസഹാക്കിനെ യാഗമർപ്പിക്കുക എന്ന ദൈവകൽപ്പന പൂർണ്ണമായി അനുസരിക്കുവാനും തയ്യാറായി. ഇവിടെ നാം കാണുന്നത് ഒരു മനുഷ്യന് ദൈവത്തിലുള്ള വിശ്വാസം പ്രവൃത്തികളിലൂടെ പൂർണ്ണമായിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. അബ്രഹാമിന്റെ ദൈവത്തിലുള്ള വിശ്വാസം പൂർണ്ണമായിരുന്നതിനാൽ അത് അവന് നീതിയായി കണക്കിട്ടു. ആത്മാവ് നഷ്ടപ്പെട്ട ഒരുവന്റെ ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ വെളിപ്പെടുത്തുന്നു. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം പ്രവൃത്തിയാൽ പൂർണ്ണമാക്കുവാനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാനും ഈ വചനങ്ങളാൽ ദൈവം താങ്കളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.